ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർച്ച് മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു മാർച്ച് മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുക. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. ഈ ഒരു മാർച്ച് മന്ത് നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത്? നിങ്ങളിലേക്ക് നിങ്ങൾ തന്നെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യം എന്താണ്? ഡിയർ ആർക്കേഞ്ചൽസ്, പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ. എ ഇയർ ഫ്രം നൗ. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, അതെപ്പോൾ നടക്കും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ മാരേജിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഏഞ്ചൽ പറയുകയാണ് എ ഇയർ ഫ്രം നൗ എന്നുള്ളത്. അപ്പോൾ അതാണ് ഏഞ്ചൽ ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് അതാണ്. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഏഞ്ചലിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, അതിനുള്ള ആൻസർ ആയിരിക്കാം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഏഞ്ചലിനോട് ചോദിക്കാം, ഇറ്റ്സ് അപ്പ് ടു യു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കാൻ കഴിവുള്ള അത്രയ്ക്ക് പവർ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഏഞ്ചൽ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനുള്ള പവർ നിങ്ങളിലുണ്ട്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടും. അതാണ് ഏഞ്ചൽ പറയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ചില പേർക്ക് നല്ലൊരു ജോബായിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം. അവരാഗ്രഹിക്കുന്ന മേഖലയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ആഗ്രഹങ്ങളെല്ലാം തന്നെ നടക്കും. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതുപോലെ തന്നെ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, സമയം കണ്ടെത്തുക. ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ദിവസം ചെലവഴിക്കുക, നേരത്തെ എണീക്കുക, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുന്നിൽ ഡിവൈൻ തുറന്ന് തരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും മെച്ചമായിട്ടുള്ള കാര്യങ്ങൾ, ഡോർസ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവുന്നുണ്ട്. ഇതാണ് മാർച്ച് മന്ത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്, ഡിവൈൻ നിങ്ങൾക്കായി നൽകുന്നത്. ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിൽ കോറിയിടുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. അതിനുള്ള പവർ നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് ഡിവൈൻ പറയുകയാണ്. നിങ്ങളുടെ പാഷൻ ഇപ്പോൾ എന്താണ്? നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അത് നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ കുതിച്ചു വരികയാണ്. നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇനി സ്വല്പനേരം കൂടിയേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണത്. നിങ്ങളുടെ പാഷനാണ് നിങ്ങളിലേക്ക് വരുന്നത്. ജോബാവാം, കരിയർ ആകാം, റിലേഷൻഷിപ്പോ ആകാം, എന്തും ആകാം. ചില പേര് കലാകാരന്മാരോ കലാകാരികളോ ഒക്കെ ആയിരിക്കാം. അവരുടെ ആ ഒരു കഴിവ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം, മറ്റുള്ളവർ അംഗീകരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും നടന്നു കിട്ടും അത്. അതുപോലെ തന്നെ ഇവിടെ കൂട്ടുകാരുമൊത്ത് ഒരുപാട് എൻജോയ്മെൻ്റ് ഉണ്ടാകുന്നതാണ്. കൂട്ടുകാരെ കാണാൻ സാധിക്കുന്നതാണ്. സെലിബ്രേഷൻസ് ഒരുപാട് ഉണ്ടാകുന്നൊരു മാസമാണിത്. ചിലപ്പോൾ പഴയ ആരെങ്കിലുമൊക്കെ കാണാനായിട്ട് സാധിക്കും, അവരോടൊത്ത് പുറത്തു പോകാൻ സാധിക്കും, കൂട്ടുകൂടാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഒരുപാട് സംസാരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യം വെറുതെ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ജോബുകൾ വരാണ്. ഇതിലേത് തിരഞ്ഞെടുക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം.
അപ്പോൾ നിങ്ങൾ അതിൽ ഏതാണ് നല്ലതെന്ന് വളരെ ആലോചിച്ച ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻസ് വരെ ഉണ്ടാവും. ഞാൻ ഏതാ എടുക്കേണ്ടത്? ചിലർക്ക് പ്രപ്പോസലായിരിക്കും, ഒരുപാട് പ്രപ്പോസൽസ് വരും. ചിലപ്പോൾ എനിക്ക് ഒരു പ്രപ്പോസൽ വരില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഒരുപാട് പ്രപ്പോസൽസ് വരുന്നത്. നിങ്ങൾക്കതിൽ ഏതെടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ ആലോചിച്ച് എടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ചുരുക്കം ചില പേർക്ക് ഞാൻ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും? ചിലപ്പോൾ വൈഫ് ഓർ ഹസ്ബൻഡ് ഒരു ഭാഗത്തുണ്ടാവാം, കുട്ടികൾ വേറൊരു ഭാഗത്തുണ്ടാവും, പാരൻസ് വേറെ ഭാഗത്തുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ആർക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വൈസ് കൗൺസിലർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ തന്നെ കുറേ ഉപദേശങ്ങൾ നൽകുകയാണ്, അല്ലെങ്കിൽ ഡിവൈൻ തന്നെ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുതരാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുതരാണ്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കാം. ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പുതിയൊരു പ്രണയം നിങ്ങൾക്ക് ആരംഭിക്കുകയാണ്, പുതിയൊരു ഹോം വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനു വേണ്ടി ചെയ്തു വെക്കാൻ സാധിക്കും. ഇവിടെ ഒരു ഡിവൈൻ ലവ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാണ്. ചില പേരെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ടുള്ള ഒരു പ്രണയം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ സാധിക്കും. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ്, അതെല്ലാം നിങ്ങൾക്ക് സാധ്യമാകുകയാണ്. ഒരു ലവ് ലെറ്റർ ചില പേർക്ക് കിട്ടുന്നതാണ്. ഇനി ചില മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ FB അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ടിക്ടോക്ക് അതുപോലത്തെ ആ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ, വീഡിയോ, റീൽ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ നമ്മൾ ആരുടെയെങ്കിലും FB കാണുമ്പോൾ സമയത്ത് ഈ ഒരു വ്യക്തി എൻ്റെ എല്ലാമായിരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ പാരൻസ് കുട്ടികളുടെ ഫോട്ടോ കാണുമ്പോൾ അവരുടെ ഓൾഡ് മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട്. കാരണം അവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ആ ഒരു കാലഘട്ടങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ മെമ്മറീസ്, അതുപോലെ തന്നെ ഹസ്ബൻഡ് ഓർ വൈഫിനും അതുപോലത്തെ മെമ്മറീസ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു റീയൂണിയൻ ആഗ്രഹിച്ച് ഇത് കാണുന്നവർക്ക് അവരുടെ മനസ്സിൽ ഒരു റീയൂണിയൻ സാധ്യമാകുമോ, അങ്ങനെയൊക്കെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ സാധ്യമാണ്. അതായത് നിങ്ങളത് മനസ്സിൽ ഓർത്തിരുന്നോളൂ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ആരെയാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊരു റീയൂണിയൻ, ഫ്രണ്ട്സിനെ കാണാൻ സാധിക്കുക, അപ്രതീക്ഷിതമായിട്ട് അവരെ കാണാൻ സാധിക്കുക, അതുപോലത്തെ കാര്യങ്ങൾ ഈ ഒരു മാസം സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റ് മെസ്സേജൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ചില ആൾക്കാർ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുണ്ടാവാം, അതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മോചിതരായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ സാധിക്കുന്നില്ല. ഒരു ഇലൂഷൻ ബാധിച്ചതുപോലെ ആ ഒരു സാഹചര്യത്തിൽ പെട്ട് കിടക്കുകയായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും. അതായത് എന്തെങ്കിലും കാരണങ്ങൾ അവിടെ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സമസ്യയിൽ നിന്ന്, അതായത് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു മോചനം കിട്ടുന്നതാണ്. ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ഹെൽപ്ലെസ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത കാർഡ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാർഡാണ് ദ സൺ എന്ന് പറയുന്നത്. സക്സസ്, ഒരു റീയൂണിയൻ, കമ്മിറ്റ്മെൻറ്റ്, ഒരു ഫാമിലി ഒത്തുചേരുന്നു, ഫാമിലി റീയൂണിയൻ ആവുന്നു. അതുപോലെ തന്നെ ചില പേർക്ക് എന്തെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർ ഒരുപാട് ചിന്തിക്കും, കടന്നൊക്കെ ചിന്തിക്കും, ഇത് വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ എനിക്ക് എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ സൗഖ്യമാവുകയും നിങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയും ചെയ്യും. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത് വെറുതെ മനസ്സിൽ ഊതിപ്പെരിപ്പിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറന്നേക്കൂ. നിങ്ങൾക്കത് ആ ഒരു സംശയമേ ഉണ്ടാവില്ല ഇനി. കാരണം അത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും അതൊന്നും അല്ല എന്നുള്ളത്.
അതുപോലെ തന്നെ ഇത് ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ചില പേര് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വിസ ശരിയായിട്ടുണ്ടാവില്ല, ജോബിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും, അതിനുള്ള കാര്യങ്ങൾ ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവിടേക്ക് പോകാനുള്ള കാര്യങ്ങൾ സാധ്യമാകുന്നു, അതിനുള്ള തടസ്സങ്ങൾ മാറുന്നു, പേപ്പേഴ്സ് എല്ലാം റെഡി ആകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരാഗ്രഹിക്കുന്ന ജോബ് അവർക്ക് സെലക്ഷൻ കിട്ടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു മാസം പ്രതീക്ഷിക്കാം. ഇനി ചില പേര് വീട് വിട്ട് ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് വളരെ ഐസൊലേറ്റഡ് ആയിട്ട് നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. അതായത് നിങ്ങൾക്ക് റൊമാൻറ്റിക് കാർഡ് പറയുന്ന ഒരു കാര്യമാണ്, ഇമാജിൻ ഓൾ അൺവാണ്ടഡ് തോട്ട്സ് ഡിസോൾവിങ് ഇൻ ടു ലൈറ്റ്, ക്രിയേറ്റിംഗ് റൂം ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് ഫോർ യുവർ ലൈഫ് എന്നുള്ളതാണ്. അതായത് ഒരു ക്യാൻഡിൽ കത്തിക്കുക, അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് നിങ്ങളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ തോട്ട്സും ആ ഒരു പ്രകാശത്തിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിരിക്കുന്ന ആ ഒരു റൂമിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം എല്ലാം വരുന്നതായിട്ട് നിങ്ങൾ അഫർമേഷൻസ് കൊടുക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ലൈറ്റിലേക്ക് നിങ്ങളത് കളഞ്ഞിട്ട് പകരം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾ അഫർമേഷൻസ് പറയുക. അതിനിടയ്ക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരാണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുത്ത് തന്നെ നിങ്ങൾ അതിനെ മുന്നേറുക. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്യാൻസൽ കൊടുത്തേനെ. ഞാൻ അതൊന്നും എൻ്റെ മനസ്സിലേക്ക് എടുക്കുന്നില്ല, ഞാൻ എല്ലാം വിട്ടുകളയാണ്, എനിക്കതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, അത് പൊക്കോളും എന്ന് പറയുക. അതുപോലെ തന്നെ ഭഗവാൻ ബിഗിനിങ്സ് എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ചിലർ പഠിക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം എക്സാമൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ചിലർക്ക് പ്രണയം പുതിയതായിട്ട് ആരംഭിക്കണമെന്നുണ്ടായിരിക്കാം, അത് സാധിക്കുന്നതാണ്. അപ്പോൾ ചിലർക്ക് ബിസിനസ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഒരു മാസം ഭഗവാൻ തന്നെ പറയുന്നു, നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ ഉണ്ടാവും, ധൈര്യമായിട്ടിരിക്കുക, ജോയ്, വളരെ സന്തോഷം ഉണ്ടാവും. 47 നിങ്ങളുടെ ഏജ് ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ സന്തോഷവും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളിലേക്ക് വരുന്ന സന്തോഷമാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. ഇനി നമുക്ക് ഇവിടെ എലിഫന്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതായത് എ ലോങ് ജേർണി എയ്തർ ഫിസിക്കൽ ഓർ മെൻ്റൽ വിൽ ലീവ് യു വൈസർ അറ്റ് ദ എൻഡ്. അതായത് ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതൊരു പക്ഷേ ഫിസിക്കലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്നതായിരിക്കാം എന്നുകൂടി പറയുന്നുണ്ട്. ഇവിടെ ഷീൽഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം യു നീഡ് ടു ഡിഫെൻഡ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അടുത്ത കാർഡ് ഫയർ എന്നുള്ളതാണ്. സ്ട്രോങ് ഇമോഷൻസ്, പാഷനേറ്റ് ലവ് ഓർ ഹേറ്റ്, ഒന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രണയം തോന്നുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുക. അതുപോലെ തന്നെ ഈ ഡാർക്ക് മാൻ, ഡീലിങ്സ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് മാൻ വിത്ത് എ ഡാർക്ക് കോംപ്ലക്ഷൻ ഓർ ഹെയർ, ഒന്നെങ്കിൽ നല്ല കറുത്ത തലമുടിയുള്ള ഒരാളുണ്ടായിരിക്കാം, അവരുടെ അടുത്ത് ഒരുപാട് പ്രണയം തോന്നുകയും അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ള ആളായിരിക്കാം. ഇവിടെ ബാറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. ടേക്ക് കെയർ, എനിമീസ് ആർ വർക്കിംഗ് എഗെയിൻസ്റ്റ് യു, ശത്രുക്കൾ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹിൽസ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഒബ്സ്റ്റക്കിൾസ് ആർ ഓവർകം, അതായത് തടസ്സങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർച്ച് മന്ത് നിങ്ങളിലേക്ക് നിങ്ങൾ തന്നെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസിലെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസണേറ്റ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.